ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്നൊരു കേക്കിൻ്റെ സെറ്റുമായിട്ട് വന്നിട്ടുള്ളത്. കേക്കിൻ്റെ സെറ്റ് കേക്ക്, കപ്പ് കേക്ക്, കുനാഫ, അതേപോലെ ട്രസ് ലച്ച് കേക്ക് എന്നിവയൊക്കെ സെറ്റാക്കിയിട്ടുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇതാണ് ഫുൾ സെറ്റ്, ടേബിൾ സെറ്റ് ഒരു പാർട്ടിക്ക് വേണ്ടി ചെയ്തതാണ്. അപ്പോൾ ഇതൊക്കെ എങ്ങനെ റെഡിയാക്കാന്നുള്ളത് റെസിപ്പികളൊന്നും കാണിക്കണില്ല, എന്നാലും ഏകദേശമൊക്കെ ഇതിൻ്റെ പാക്കിങ്ങും കാര്യങ്ങളും അങ്ങനെയൊക്കെ ചെറുതായിട്ടൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ കാണിക്കുന്നത് ട്രസ് ലച്ച് കേക്കാണ്. അപ്പോൾ ഞാനിവിടെ 4 ട്രസ് ലച്ച് കേക്ക് ഹാഫ് kg വെച്ചിട്ടുണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഇത് നമ്മൾ ക്രീം വെച്ചിട്ട് ഇങ്ങനെ ഡിസൈൻ ചെയ്യാണ്. അപ്പോൾ 2 പിസ്തയാണ്, 2 ബദാമുമാണ്. അപ്പോൾ പിസ്തൻ്റെ ക്രീമിൽ പിസ്തൻ്റെ കളറൊക്കെ ചേർത്തിട്ടും ബദാമിൻ്റെ കളറൊക്കെ ചേർത്തിട്ടും ആണ് ചെയ്യുന്നത്. ക്രീമിൽ യെല്ലോ കളറും അതേപോലെ ഗ്രീൻ കളറൊക്കെ ചേർത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അത് അങ്ങനെ റെഡിയാക്കിയിട്ട് നമുക്ക് അതിൻ്റെ മുകളിൽ കുറച്ച് ബദാമും അതേപോലെ നമ്മൾ റോസൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് ഡ്രൈ റോസൊക്കെ വിതറി കൊടുത്ത് ഒന്നും കൂടി സെറ്റ് ചെയ്യാം. അപ്പോൾ ഏകദേശം അതിൻ്റെ പണിയൊക്കെ തീർന്നിട്ടുണ്ട്. ഇനി നമുക്കത് അടച്ച് വെച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഇനി അടുത്തതിൻ്റെ പണി വെക്കാം. ഇവിടെ കപ്പ് കേക്ക് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു 25 പീസ് കപ്പ് കേക്ക് ഉണ്ട്, ചോക്ലേറ്റിൻ്റെ കപ്പ് കേക്കാണ്. അപ്പോൾ അതിലേക്ക് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും അതേപോലെ ചിപ്സ് ഉണ്ടല്ലോ, ചോക്ലേറ്റ് ചിപ്സ്, അതും കൂടി വെതറി കൊടുക്കുന്നുണ്ട് കേട്ടോ മുകളിൽ ഇങ്ങനെ. ഡ്രൈ ഫ്രൂട്ട്സ് നിങ്ങൾക്ക് ഞാനിപ്പോൾ കാഷ്യൂ നട്ട്സ് അതേപോലെ ബദാമൊക്കെയാണ് പൊടിച്ചിട്ടിട്ടുള്ളത്. എന്താ കയ്യിലുള്ള വെച്ചാൽ ഇട്ട് കൊടുക്കട്ടോ. അപ്പോൾ അത് ബേക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ എന്താ പറയുക കേക്ക്. ഇത് ഒരു 2 kg കേക്കാണ്, 2 kg കേക്കാണ്. അപ്പോൾ ഞാൻ ബേബി ഷവർ തീമാണ് കേട്ടോ തീം. അപ്പോൾ 2 കളറിലും കൂടി ചെയ്തതാണ്, ബ്ലൂവിലും പിങ്കിലും, അങ്ങനെ 2 കളറാക്കി ചെയ്തതാണ്. അപ്പോൾ അടിഭാഗത്ത് നമ്മൾ കോട്ടിങ്ങായിട്ട് ബ്ലൂ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ലൈൻ ഉണ്ടല്ലോ, ഫാൾട്ട് ലൈനിൽ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് ഗോൾഡൻ ഫ്ലേക്സ് ഒക്കെ കൊടുത്ത് ഒന്ന് സെറ്റ് ചെയ്യാം. അപ്പോൾ കേക്കിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് മാത്രമേ ഇതിങ്ങനെ കൊടുക്കട്ടോ, ബാക്കിലേക്കൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഫ്രണ്ട് ഭാഗമല്ലേ ഇപ്പോൾ ടേബിൾ മേലൊക്കെ വെക്കുമ്പോൾ കാണുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫ്രണ്ട് ഭാഗത്ത് ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ബേബി ഷവറിൻ്റെ സ്റ്റിക്കേഴ്സ് വെച്ചിട്ടാണ് ഞാനിത് ഡിസൈൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ഒരു പാക്കറ്റ് സ്റ്റിക്കറിന് വാങ്ങിച്ചാൽ നമുക്ക് ഈ കേക്ക് നല്ല സൂപ്പറായിട്ട് ഡിസൈൻ ചെയ്യാൻ പറ്റും കേട്ടോ. നമുക്ക് കൂടുതൽ പണികളൊന്നും വരില്ല. ഫോട്ടോൻ്റെ വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഒരുപാട് റിസ്ക് ആണല്ലോ. ഇതാകുമ്പോൾ പെട്ടെന്ന് പരിപാടി തീർക്കാം. നമുക്ക് 10 മിനിറ്റ് കൊണ്ട് തന്നെ ഒരു കേക്ക് ഡിസൈൻ ചെയ്തെടുക്കാം. 10 മിനിറ്റ് വേണ്ട, സ്കൂളിലുള്ളവർക്ക് 5 മിനിറ്റ് ആയാലും മതി. അപ്പോൾ അതിന് പ്രഗ്നൻറ്റ് ലേഡി എടുത്തിട്ട് ഫ്രണ്ടിൽ തന്നെ കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് വെച്ചെടുത്താൽ അത് എഡിബിളല്ല കേട്ടോ. എന്ന് വെച്ച് കോട്ടിങ് ഉള്ളതിനാണ്, പ്ലാസ്റ്റിക് കോട്ടിങ് ഉള്ളതിനാണ്. കേക്കിൽ ഡയറക്റ്റ് വെക്കണമെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അതേപോലെ അതിൽ ബോയ് ഓർ ഗേൾ ചെയ്ത ബാനർ ഉണ്ട്. അത് കുറച്ച് ഹൈറ്റുള്ള ബാനറാണ്, അതുകൊണ്ട് അത് ഏറ്റവും പിറകിലായിട്ട് കൊടുക്കുന്നത്. അതിന് ഫ്രണ്ടിലായിട്ട് നമ്മൾ 2 ബേബീസിൻ്റെ ഫോട്ടോസ് വെച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ സ്റ്റിക്കറിൻ്റെ പാക്കറ്റുകളൊക്കെ ഓരോ തീം ബേസ് ചെയ്തിട്ട് ഓരോ പാക്കറ്റുകൾ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ആ പാക്കറ്റിൽ ഒരുപാട് സ്റ്റിക്കേഴ്സ് ഉണ്ടാവും കേട്ടോ. ഒരുപാട് തന്നെ ഇതേപോലെ 4-5-6 പീസ് എങ്ങനെയായാലും ഉണ്ടാവും അതിൻ്റെ ക്യാരക്ടേഴ്സ് വെച്ചിട്ടുള്ള. അപ്പോൾ അത് വെച്ചിട്ടൊക്കെ കേക്ക് ചെയ്യുമ്പോൾ കേക്കിന് നല്ല ഹൈറ്റ് തോന്നിക്കും. അതേപോലെ തന്നെ കേക്ക് നല്ല ഭംഗിയായിരിക്കും കാണാൻ. ഇപ്പോൾ എക്സ്ട്രാ എന്തെങ്കിലും ജസ്റ്റ് ഒരു വർക്കൊക്കെ കൊടുത്താൽ മതി. കൂടുതൽ നമ്മൾ സമയം കളയേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇത് ബട്ടർഫ്ലൈസ് ആണ്. ഇത് ഒരു പാക്കറ്റിൽ 10 പീസ് ഉണ്ടാവും. ഇതൊന്നും എഡിബിൾ അല്ല കേട്ടോ. ഇതിൽ നിന്ന് 2 ബട്ടർഫ്ലൈ എടുത്തിട്ട് അതും ഞാൻ സൈഡിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അതേപോലെ പിന്നെ ഞാൻ എടുക്കുന്നത് അക്രിലിക് ടോപ്പ് റൈസാണ്, ഹാർട്ടിൻ്റെ ടോപ്പ് റൈസാണ്. അതിൽ നിന്ന് 2 പീസ് എടുത്തിട്ട് വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ പാക്കറ്റുകളൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ സൂക്ഷിച്ച് വെച്ചാൽ നമുക്ക് കേക്ക് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഇന്ന് 1-2 പീസൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ഫ്രണ്ടിലൊക്കെ കൊടുക്കുമ്പോൾ കേക്കിന് കൂടുതൽ റിച്ച് ലുക്ക് വരും കേട്ടോ. ഓക്കെ, അപ്പോൾ കേക്കിൻ്റെ പണി ഏകദേശം തീർന്നിട്ടുണ്ട്. ബാക്കിൽ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, കാരണം ബാക്കിൽ കേക്ക് കട്ടിങ് ഫസ്റ്റ് നമ്മൾ ബാക്കിലാണല്ലോ കട്ട് ചെയ്യല്, ഫ്രണ്ടാണല്ലോ ഫോട്ടോയ്ക്ക് വേണ്ടി അങ്ങനെ പോസ് ചെയ്യല്. അപ്പോൾ ആ സമയത്ത് ബാക്കിലൊന്നും ചെയ്തിട്ടില്ല. അതിൽ കുറച്ച് ഷുഗർ ബോൾസൊക്കെ വിതറി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് കുറച്ച് കുനാഫാണ്. കുനാഫ ടോട്ടൽ 4 ബോക്സ് ഉണ്ട്. ഒരു ബോക്സ് വലുതാണ്, ബാക്കി 3 ഹാഫുമാണ്. അതിലേക്ക് ഷുഗർ സിറപ്പൊക്കെ ഉണ്ടാക്കി റെഡി ആക്കിയിട്ടുണ്ട്. അത് ആ 2 ബോക്സിലേക്ക് ഷുഗർ സിറപ്പ് മുകളിൽ വെച്ചിട്ട് അത് റിബൺ വെച്ച് കിട്ടണം കേട്ടോ. പിന്നെ ടാപ്പ് ചെയ്തിട്ടുണ്ട് ഞാൻ, കാരണം അത് അല്ലെങ്കിൽ തിന്നി പോകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഈ കുനാഫി അതേപോലത്തെ റിബൺ വെച്ച് കിട്ടണം. കൂടുതൽ പാക്കിങ് ഡിസൈനൊക്കെ വരുത്തണമെന്നുണ്ടെങ്കിൽ ഈ നെറ്റിൻ്റെ മെറ്റീരിയൽ തുണികളുണ്ടല്ലോ അതൊക്കെ വെച്ചിട്ട് കവർ ചെയ്ത് പൊതിയുക കേട്ടോ. അപ്പോൾ ഒന്നും കൂടി കൂടുതൽ ഭംഗിയായി കിട്ടും. പക്ഷേ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അത് പിന്നെ ചോക്ലേറ്റ്സുകളൊക്കെ കൊണ്ടുപോകുമ്പോൾ അങ്ങനെ കിട്ടാറുണ്ട്. ഇതിപ്പോൾ ഫുഡല്ല, അതുകൊണ്ട് പിന്നെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല.
നമ്മൾ ട്രസ് ലച്ച് കേക്ക് ഇതാ ഫ്രിഡ്ജിലൊക്കെ വെച്ച് നല്ലത് തണുത്തതായിട്ടുണ്ട്, റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യുക, റിബണൊക്കെ വെച്ചിട്ട് കെട്ടാം. അതിലേക്കുള്ള സിറപ്പാണിത്, നമ്മൾ മിൽക്കി മേഡ് സിറപ്പാണിത്. അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. നമ്മൾ കപ്പ് കേക്ക് ഇതാ റെഡി ആയിട്ടുണ്ട്. നമ്മൾ കപ്പ് കേക്കിൻ്റെ നട്സൊന്നും താന്ന് പോയിട്ടില്ല കേട്ടോ, ഒക്കെ മുകളിൽ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ കൂടുതൽ ഭംഗിക്കണം. പിന്നെ അതിൽ നമ്മൾ ക്രീം കൊടുത്തിട്ടില്ല. ഒരുപാടുണ്ടാകുമ്പോൾ പിന്നെ ക്രീം കൊടുക്കുന്ന സമയത്ത് പാക്കിങ്ങിലൊക്കെ ഒരു സൈഡൊക്കെ തട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ക്രീം കൊടുത്തിട്ടില്ല. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.